أعوذ بالله من الشيطان الرجيم بسم الله الرحمن الرحيم يا أيها الناس اعبدوا ربكم الذي خلقكم والذين من قبلكم لعلكم تتقون الذي جعل لكم الأرض فراشا والسماء بناء وأنزل من السماء ماء فأخرج به من الثمرات رزقا لكم فلا تجعلوا لله أندادا وأنتم تعلمون بسم الله الرحمن الرحيم الحمد لله رب العالمين نحمده ونستعينه ونؤمن به ونتوكل عليه اللهم صل على محمد وعلى آل محمد كما صليت على إبراهيم وعلى آل إبراهيم إنك حميد مجيد اللهم بارك على محمد وعلى آل محمد كما باركت على إبراهيم وعلى آل إبراهيم إنك حميد مجيد اتقوا الله حيثما كنتم ബഹുമാന്യരായ പണ്ഡിതന്മാരെ, തൊട്ടു മുമ്പ് സംസാരിച്ച ബഹുമാന്യനായ ഫൈസൽ മൗലവി, സദസ്സിലെ പണ്ഡിതന്മാരെ, കാരണവന്മാരെ, സുഹൃത്തുക്കളെ, സഹോദരിമാരെ, ഈ ശബ്ദത്തെ ഇങ്ങോട്ട് വരുമ്പോൾ ആ റോഡിൽ നിന്നൊക്കെ ശ്രദ്ധിക്കുന്ന മാന്യരായ ശ്രോതാക്കളെ കണ്ടു. സർവശക്തനായ അള്ളാഹുവിൻ്റെ ദീൻ സത്യസന്ധമായി പഠിക്കാൻ ഈ ശബ്ദം കേൾക്കുന്ന ആളുകൾക്ക് അള്ളാഹു തൗഫീക്ക് നൽകുമാറാകട്ടെ. ഹദീസ് സെമിനാറിലെ പ്രോജ്വലമായ വിഷയങ്ങളെ അധികരിച്ചുകൊണ്ട് നമ്മുടെ ഉസ്താദുമാരും പണ്ഡിതന്മാരും ഇവിടെ സംസാരിച്ചു കഴിഞ്ഞു. ഇതിൻ്റെ സമാപന സംസാരത്തിൽ അല്പം ചില പൊതു കാര്യങ്ങളെ തൊട്ടുണർത്തി വേഗത്തിൽ ഈ സംസാരം അവസാനിപ്പിക്കുവാനാണ് ഇതിൻ്റെ ഷെഡ്യൂൾ പ്രകാരം സംഘാടകർ ക്രമീകരിച്ചിട്ടുള്ളത്. ഇത്രയും നേരം കേട്ട സംസാരത്തിലൂടെ നമ്മുടെ മനസ്സുകളിൽ ആശങ്കയുണ്ടാക്കുന്ന ചില ചോദ്യങ്ങൾക്ക് ഉത്തരം കിട്ടിക്കഴിഞ്ഞു. അതിലൊന്ന്, സർവശക്തനായ അള്ളാഹുവിൻ്റെ കലാമാണ് അൽ ഖുർആൻ എന്ന് പറയുന്ന മഹനീയമായ വേദഗ്രന്ഥം. ആ കലാമിൻ്റെ വ്യാഖ്യാനമാണ് മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ ജീവിതത്തിലുടനീളം എനിക്കും നിങ്ങൾക്കും പകർന്നു നൽകിയ വാക്കുകളും പ്രവൃത്തികളും സമ്മതങ്ങളും. പരിശുദ്ധ ദീനിന്റെ പ്രമാണം ഖുർആനും സുന്നത്തുമാണ്. അതുകൊണ്ട് തന്നെ അള്ളാഹുവിന്റെ മതത്തിനു നേരെ വരുന്ന, ഇസ്ലാമിക പ്രമാണങ്ങൾക്ക് നേരെ വരുന്ന പ്രവാചകൻ മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ പഠിപ്പിച്ചു തന്നു, കാണിച്ചു തന്നു, സമ്മതിച്ചു തന്നു എന്ന് പറയുന്ന ഏതേത് വിഷയങ്ങളുണ്ടോ, അത് ചെറുതാകട്ടെ വലുതാകട്ടെ, ആളുകൾക്ക് പെട്ടെന്ന് ഉൾക്കൊള്ളാൻ പറ്റുന്നതാവട്ടെ, വേഗത്തിൽ ഉൾക്കൊള്ളാൻ പറ്റാതെ മനനത്തിലൂടെയും ചിന്തയിലൂടെയും ഒന്ന് ഇരുന്ന് പഠിക്കേണ്ട വിഷയങ്ങളാകട്ടെ, അതിനെ തൊട്ട് ആളുകൾ വെല്ലുവിളികളും ആളുകൾ പരിഹാസത്തിൻ്റെയും ആക്ഷേപത്തിൻ്റെയും വാക്കുകൾ തൊടുത്തുവിടുമ്പോൾ ഇതിനെങ്ങനെ മറുപടി പറയും, ഇനി എന്ത് ചെയ്യുമെന്ന് ആലോചിക്കേണ്ട വിഷയം മുസ്ലിം ഉമ്മത്തിന് വരുന്നില്ല.
അള്ളാഹുവിന്റെ ദീനിന്റെ കൃത്യമായ വ്യാഖ്യാനം സർവശക്തനായ അള്ളാഹു പ്രവാചകൻ മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലമയിലൂടെ ഒരു ഹദീസിന്റെ കാര്യങ്ങൾ മനസ്സിലാകാതെ വരുമ്പോൾ മറ്റൊരു ഹദീസിലൂടെ ഒരു ആയത്തിന്റെ വ്യാഖ്യാനങ്ങളെ മനസ്സിലാക്കുന്നതിനും വീണ്ടും വീണ്ടും ആലോചിക്കുന്നതിനും മറ്റൊരായത്തിലൂടെ അള്ളാഹു തന്നെ ഈ മാനവകുലത്തിന്റെ മുമ്പിൽ മറുപടി എഴുതി വച്ചിട്ടുണ്ട്, പറഞ്ഞു വച്ചിട്ടുണ്ട് എന്നത് ഈ സദസ്സിലിരുന്ന മുഴുവൻ ആളുകൾക്കും മനസ്സിലായിട്ടുണ്ടാവും. അതുകൊണ്ട് നാം വ്യാകുലപ്പെടേണ്ടതില്ല, നാം വെപ്രാളപ്പെടേണ്ടതില്ല, നാം ഒരിക്കലും ധൃതി കാണിക്കേണ്ടതില്ല. സർവ ആക്ഷേപങ്ങളും ആരോപണങ്ങളും എല്ലാം തൊടുത്തുവിട്ട ആളുകൾ തന്നെ അവസാനം അതിന്റെ മുന്നിൽ മറുപടിയില്ലാതെ ഇളുമ്പ്യരായി മടങ്ങേണ്ടി വരുന്ന ദുർഗതിയാണ്. ഹദീസുകൾക്ക് നേരെ കളിച്ചവർക്ക് കാലം കൊടുത്തിരിക്കുന്ന മറുപടി എന്നതാണ് കഴിഞ്ഞുപോയ പതിറ്റാണ്ടുകളിലെ ചരിത്രം നമ്മെ ഓർമ്മപ്പെടുത്തുന്നത് എന്നും അതിന്റെ മാതൃകാപരമായ ജീവിതം നയിക്കുന്ന ആളുകളായി ഞാനും നിങ്ങളും നമ്മുടെ കുടുംബങ്ങളിൽ മാറണമെന്ന സന്ദേശമാണ് എനിക്ക് അവസാനിപ്പിക്കുമ്പോൾ തരാനുള്ളത്. സഹോദരങ്ങളെ, ജീവിതത്തിലുടനീളം പാലിക്കേണ്ടതായ ഒട്ടനവധി മര്യാദകളെ പ്രവാചകൻ മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ പറഞ്ഞു തന്നതും പഠിപ്പിച്ചു തന്നതും കാണിച്ചു തന്നതുമായ പണ്ഡിതന്മാരുടെ വാചകങ്ങളിൽ ഇങ്ങനെ കാണാം: മൗലിഫ ഇലൻ നബിയ്യി സല്ലല്ലാഹു അലൈഹി വസല്ലം ബിഫഇലിഹി വഖൗലിഹി വതഖരീരിഹി. അവിടുന്ന് പറഞ്ഞു തന്നത്, അവിടുന്ന് കാണിച്ചു തന്നത്, അവിടുന്ന് സമ്മതിച്ചു തന്നത്, അത് എന്റെ കുടുംബത്തിന്റെ അന്തരീക്ഷം എന്താണ് എന്ന് ഒന്ന് ആത്മവിചിന്തനത്തിന് ഈ സമയത്ത് തയ്യാറാവേണ്ടതുണ്ട്. എന്റെ വീടിന്റെ അന്തരീക്ഷം ദീനിന്റെ ഐച്ഛിക കർമ്മങ്ങളുമായി ബന്ധപ്പെട്ടു നിൽക്കുന്നതാണോ? ഇസ്ലാമിന്റെ സുന്നത്തുകളെ സ്വീകരിക്കുന്ന വിഷയത്തിൽ ഞാൻ മുന്നിൽ നിൽക്കുന്ന ആളാണോ? നിര്യാണിക്ക് മേലെ വസ്ത്രം കയറ്റി ഉടുക്കുന്നത് ഇസ്ലാമിന്റെ മര്യാദയായി, നിയമമായി, ഒരു അലങ്കാരമായി കാണാൻ എന്റെ മനസ്സിന് സന്തോഷദായകമായ അനുഭവം നൽകാറുണ്ടോ? എന്റെ താടിയെല്ലുകൾക്ക് ബലം നൽകിയതുപോലെ അവിടെ നിന്ന് അതിന്റെ മാംസത്തോലികളിൽ നിന്ന് വളർന്നു വരുന്ന താടിരോമങ്ങളെ എന്റെ മുഖത്തിന് ഭംഗിയാക്കി വെക്കാൻ, അത് ഇസ്ലാമിന്റെ അടയാളമായി വെക്കാൻ സർവശക്തനായ അള്ളാഹു അവസാനത്തെ പ്രവാചകനായി നിശ്ചയിച്ച മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമയിലൂടെ അതെനിക്കൊരു പ്രത്യേക സുന്നത്തായി പഠിപ്പിക്കുമ്പോൾ അതെന്റെ ജീവിതത്തിന്റെ ഭാഗമാക്കി വെക്കാൻ, ഞാൻ നടക്കുമ്പോൾ, ഇരിക്കുമ്പോൾ, ഉറങ്ങുമ്പോൾ, ക്രയവിക്രയം നടത്തുമ്പോൾ, യാത്രയിലായിരിക്കുമ്പോൾ, ജീവിതത്തിന്റെ സർവോത്മാമുഖങ്ങളിൽ എനിക്ക് പ്രതിഫലം കിട്ടുന്ന ഒരു കർമ്മമായി, ഒരാചാരമായി അതിനെ സ്വീകരിക്കാൻ എന്റെ മനസ്സിന്, എന്റെ സഹധർമ്മിണിക്ക്, എന്റെ മാതാവിന്, എന്റെ പിതാവിന്, എന്റെ മക്കൾക്ക് അതിന്റെ മര്യാദ പഠിപ്പിച്ചു കൊടുക്കാൻ സാധിച്ചിട്ടുണ്ടോ എന്ന ചോദ്യം. സഹോദരങ്ങളെ, ഇന്ന് ഏറ്റവും കൂടുതൽ ചർച്ച ചെയ്യുന്ന ഒരു വിഷയം ഞാൻ സാന്ദർഭികമായി സൂചിപ്പിക്കട്ടെ. ഫേസ്ബുക്കിലും വാട്സപ്പിലുമൊക്കെ നമ്മൾ കാണുന്ന മുസ്ലിം ഉമ്മത്തിനെ കുറിച്ചുള്ള ചില ചർച്ചകളുണ്ട്. ബാക്കിയുള്ളവരുടെ ചർച്ചകൾ അവിടെ നിൽക്കട്ടെ. എന്താണ് ആ ചർച്ച? കല്യാണവുമായി ബന്ധപ്പെട്ട് ഇസ്ലാമിന് ചില നിയമങ്ങളുണ്ട്, എല്ലാറ്റിനും നിയമങ്ങളുണ്ട്. ഹദീസ് സെമിനാറിന്റെ ഭാഗത്ത് കുറവയില്ലാതെ ഞാൻ ഇത് എന്തിന് സംസാരിക്കുന്നു എന്ന് നിങ്ങൾ ആലോചിച്ചു പോകരുത്. സമയത്തിന്റെ കുറവ് കൊണ്ട് വേഗത്തിൽ ചില കാര്യങ്ങൾ പറയുകയാണ്, പൊതു ചില കാര്യങ്ങൾ ഓർമ്മപ്പെടുത്തുന്നതിന് വേണ്ടി. പ്രിയപ്പെട്ടവരെ, ദാ പുതുമണവാളനായി പെണ്ണിന്റെ വീട്ടിലേക്ക് പോകുന്ന, മുസ്ലിം വീട്ടിലെ കല്യാണപ്രായമെത്തി വിവാഹം നിശ്ചയിച്ച് നിക്കാഹിന് പോകുന്ന ചെറുപ്പക്കാരൻ പെണ്ണിന്റെ വീട്ടിലേക്ക്, പള്ളിയിലേക്ക് പോകുന്നത് JCBയുടെ ബക്കറ്റിൽ ഇരുന്നാണ് എന്ന് ഫേസ്ബുക്ക് ചർച്ച ചെയ്യുന്നു, അല്ലേ? കാളവണ്ടിയിൽ കയറി പോകുന്നു. കഴിഞ്ഞ ഏതാനും ദിവസങ്ങൾക്ക് മുമ്പ് കണ്ണൂർ ജില്ലയിൽ ഒരു മുസ്ലിം ചെറുപ്പക്കാരൻ പുതുമണവാളനായി പോകുന്നത് മയ്യത്ത് കെട്ടിൽ ഇരുന്നു കൊണ്ടാണ്. അള്ളാഹുവിന്റെ മതത്തെയും അള്ളാഹുവിനെയും ഒക്കെ ഈ മുസ്ലിം ഉമ്മത്ത് എന്തുകൊണ്ട് ഇങ്ങനെ പരിഹാസ്യമാക്കി തീർക്കുന്നു എന്ന് ആ പരിസരത്ത് പ്രസംഗിക്കുവാൻ വേണ്ടി പോയപ്പോ അവിടുത്തെ പോലീസ് ഉദ്യോഗസ്ഥന്മാർ ചോദിച്ച ചോദ്യമാണ്. സംസാരിക്കുന്നതിന് മുമ്പ് പേരെന്താണ്, നിങ്ങൾ എവിടെ നിന്നാണ് വരുന്നത്, ഇന്നിവിടെ പറയാനിരിക്കുന്ന വിഷയങ്ങൾ എന്തൊക്കെയാണ് എന്ന് ചോദിച്ചുകൊണ്ട് പരിചയപ്പെട്ടപ്പോ അവർ ചോദിച്ച ചോദ്യമാണ്: 6 ദിവസം മദ്രസയിൽ പോകുന്ന, മതപഠനം നടത്താൻ സൗകര്യമുള്ള ഈ മുസ്ലിം സമുദായത്തിൽ നിന്ന് എന്തുകൊണ്ടാണ് ഇത്തരം പരിഹാസ്യപരമായ കാര്യങ്ങൾ ഉണ്ടായിത്തീരുന്നത്? ഒരു ഉദാഹരണം ചോദിച്ചതാണിത്. മയ്യത്ത് കട്ടിലിരുത്തി പ്രത്യേകമായ തുണികൾ കൊണ്ട് പൊതിഞ്ഞിരുത്തി ദാ പുതുമണവാളനായി
കട്ടിലിൽ മറ്റുള്ള സുഹൃത്തുക്കൾ പിടിച്ചു കൊണ്ടുപോകുന്ന ഒരു കാഴ്ചയാണ് അവിടുത്തെ പോലീസ് ഉദ്യോഗസ്ഥന്മാർ ചോദിച്ചത്. എന്താണ് സഹോദരങ്ങളെ ഈ മുസ്ലിം ഉമ്മത്തിന് സംഭവിച്ചു പോയത്? മദ്രസകളില്ലാത്തത് കൊണ്ടല്ല, ആണോ? പാഠശാലകളില്ലാത്തത് കൊണ്ടല്ല, പള്ളിയാഴ്ച പള്ളിയിൽ പോകാൻ ഒരുമിച്ച് ചേരാൻ കേന്ദ്രങ്ങളില്ലാത്തത് കൊണ്ടല്ല, മറിച്ച് വേണ്ടത് വേണ്ട സമയത്ത് കൃത്യമായി നൽകുന്ന കാര്യത്തിൽ മുസ്ലിം ഉമ്മത്തിന് അപാകത സംഭവിച്ചിട്ടുണ്ടോ എന്ന് പരിശോധനയ്ക്ക് വിധേയമാക്കണം. മറിച്ച് മുജാഹിദ് പ്രസ്ഥാനമല്ലാത്ത അപ്പുറം നിൽക്കുന്ന മഹാഭൂരിപക്ഷം വരുന്ന സമസ്തയുടെ ആളുകളോട് നമുക്ക് ഓർമ്മപ്പെടുത്തുവാനുള്ളത്, അവർ അച്ചടക്കത്തോടുകൂടി പുകവലിക്കാതെ പാൻപരാഗ് നിന്നാതെ മറ്റു സമയത്ത് പാടുണ്ട് എന്നല്ല. എല്ലാം ഉപേക്ഷിച്ച് നിങ്ങളുടെ മുന്നിൽ വന്നിരിക്കുന്ന ചില സമയമുണ്ട്, വെള്ളിയാഴ്ചയുടെ ജുമാ ഖുത്ബയുടെ സമയമാണത്. ആ സമയത്ത് അവർക്ക് മനസ്സിലാകുന്ന വിധത്തിൽ ദീനിന്റെ ധാർമ്മിക ബോധങ്ങളെ കുറിച്ച് പറഞ്ഞു കൊടുക്കാൻ ഇല്ല, നമ്മുടെ മഹാഭൂരിപക്ഷം വരുന്ന പള്ളികളിൽ നിന്ന് സാധ്യമാവാതെ പോകുന്നു. സത്യല്ലേ? ഒരു വിലയിരുത്തൽ മാത്രമാണ് ഞാൻ നിങ്ങളുടെ മുമ്പാകെ വെക്കുന്നത്. മഹാഭൂരിപക്ഷം വരുന്ന കള്ളു കുടിക്കുന്ന, മദ്യപിക്കുന്ന, പാൻപരാഗടിക്കുന്ന, കുടുക്ക തിന്നുന്ന, അതുപോലെ തന്നെ വ്യത്യസ്തമായ മയക്കുമരുന്നിന് അടിമയായി പോകുന്ന ബോധം നഷ്ടപ്പെട്ടതിന്റെ പേരിൽ, ധാർമ്മിക മൂല്യങ്ങളെ കുറിച്ച് അറിവില്ലാത്തതിന്റെ പേരിൽ, ഫ്രണ്ട്ഷിപ്പിന്റെ മായാവലയങ്ങളിൽ പെട്ടതിന്റെ പേരിൽ, ഇങ്ങനെയുള്ള ചതിക്കുടികളിൽ പെട്ടുപോകുന്നവർ എല്ലാം ഉപേക്ഷിച്ച് നിങ്ങളുടെ മുമ്പിൽ വന്നിരുന്ന് അരമണിക്കൂറോ 20 മിനിറ്റോ നിങ്ങളുടെ മുമ്പിൽ ശബ്ദമുണ്ടാക്കാതെ മൗനമായി ശ്രദ്ധിച്ചിരിക്കുന്ന സമയത്ത് അവർക്ക് മനസ്സിലാകുന്ന ഭാഷയിൽ ഒരു ഖുത്ബ അവരുടെ ജീവിതത്തിൽ കേൾക്കാൻ അവർക്ക് അവസരം കിട്ടാതെ പോകുന്നു എന്നത് ഗൗരവപൂർവ്വം നമ്മൾ ആലോചിക്കണം. ഞാൻ ഒരു സംഘത്തെയോ സംഘടനയെയോ കുറ്റപ്പെടുത്തുന്നതിന് വേണ്ടി പറയുകയല്ല. ഇത്തരത്തിലുള്ള ഏതൊക്കെ ചെയ്തികൾ നടന്നിട്ടുണ്ടോ, അവർ ഏത് സംഘടനയിൽപ്പെട്ടവരാണ്, ഏത് വിഭാഗത്തിൽപ്പെട്ടവരാണ് എന്ന് ആത്മാർത്ഥമായി ഒരു ടീമിനെ വലുതാക്കുവാനോ ഒരു ടീമിനെ കൊച്ചാക്കുവാനോ ഒരു ടീമിനെ ഉയർത്തിക്കാണിക്കുവാനോ ഒന്നുമില്ല. മറിച്ച് നമുക്ക് നാളെ പരലോകത്ത് ചെന്ന് നിൽക്കേണ്ടതല്ലേ. അതുകൊണ്ട് ആരാണ് ഇവർ? ഈ JCBയിൽ ഇരുന്നവർ, കാളവണ്ടിയിൽ പോകുന്നവർ, അതുപോലെ തന്നെ ഉന്തുവണ്ടിയിൽ കയറി പോകുന്നവർ, മയ്യത്ത് കട്ടിലിൽ കയറിയിരിക്കുന്നവർ, അവർക്ക് എന്തോ നഷ്ടപ്പെട്ടു പോയിട്ടുണ്ട്, ഏതൊക്കെയോ ഉത്ബോധനങ്ങളുടെ കുറവ് സംഭവിച്ചിട്ടുണ്ട് എന്ന് ഗൗരവപൂർവ്വം ഓർമ്മപ്പെടുത്താനാണ്. അതിന് എന്ത് നടപടിക്രമങ്ങളാണ് ഞാനും നിങ്ങൾ സ്വീകരിക്കേണ്ടത് എന്ന് ഗൗരവപൂർവ്വം ഓർക്കുക. കല്യാണത്തിന്റെ തലേ ദിവസങ്ങള് മുസ്ലിം ഉമ്മത്തിന്റെ വീടുകളിൽ, നമ്മുടെ പരിസരങ്ങളിൽ മയക്കുമരുന്ന്, അതുപോലെ മദ്യം, അതുപോലെയുള്ള ലഹരി പദാർത്ഥങ്ങൾ ധാരാളമായി ഉപയോഗിക്കുന്ന ആളുകളെ കണ്ടുകൊണ്ടിരിക്കുകയാണ്. പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ അല്ലാഹുവിന്റെ കലാം ഓതി തന്നുകൊണ്ട് നീട്ടി പരത്തി ഞാൻ പറയുന്നില്ല. ഇന്നമൽ ഖംറു വൽ മൈസിറു വൽ അൻസാബ് എന്ന് തുടങ്ങുന്ന ആയത്തിലെ അവസാനം അല്ലാഹു പറഞ്ഞു റിജ്സും മിൻ അമലി ശൈത്താൻ, അത് പിശാചിന്റെ മ്ലേച്ഛകരമായ പ്രവൃത്തികളിൽ പെട്ടതാണ്. ഈ ആയത്തിനെ വ്യാഖ്യാനിക്കുന്ന തഫ്സീറുകൾ എടുത്ത് മറിച്ചു നോക്കിയാൽ അവിടെ കാണുന്ന ചില പദപ്രയോഗങ്ങളുണ്ട്. കുല്ലു മുസ്കിരിൻ ഹറാം, കുല്ലു ശരാബിൻ നസ്കറ ഫഹുവ ഹറാം. ലഹരി ഉണ്ടാക്കുന്ന വസ്തുക്കളാകട്ടെ, ലഹരി ഉണ്ടാക്കുന്ന പാനീയങ്ങളാകട്ടെ, അതൊക്കെ മുസ്ലിം ഉമ്മത്തിന്, അതേ ഈ സമുദായത്തിൽപ്പെട്ടവർക്ക് പാടില്ലാത്തതാണ്, ഒഴിവാക്കേണ്ടതാണ്, മാറ്റി നിർത്തേണ്ടതാണ് എന്ന് പരിശുദ്ധ ഖുർആനിന്റെ വ്യാഖ്യാനത്തിൽ ഇവിടെ ചർച്ച ചെയ്ത ഹദീസിന്റെ പരാമർശങ്ങളിൽ ഞാനും നിങ്ങളും കേട്ടുപഠിക്കേണ്ട ഭാഗങ്ങളല്ലേ അല്ലേ? വ്യഭിചരിക്കരുത് എന്ന് ഖുർആൻ അങ്ങനെയല്ല പറഞ്ഞത്. അതിനേക്കാൾ 1, 2, 3 പടി മുന്നോട്ട് കയറിക്കൊണ്ട് ഖുർആൻ പ്രയോഗിച്ച വാചകം ഈ മുസ്ലിം ഉമ്മത്ത്, അതിന്റെ വ്യാഖ്യാനങ്ങൾ, പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ അതിനെ തൊട്ട് വിശദീകരിച്ച പരാമർശങ്ങൾ, കണ്ണുകൊണ്ടുള്ള വ്യഭിചാരത്തെ, കർണപുടങ്ങൾ കൊണ്ടുള്ള വ്യഭിചാരത്തെ, കൈപ്പടങ്ങൾ കൊണ്ടുള്ള വ്യഭിചാരത്തെ, കാൽപ്പടങ്ങൾ കാൽപാദങ്ങൾ കൊണ്ടുള്ള വ്യഭിചാരത്തെ, ഖൽബ് കൊണ്ടുള്ള വ്യഭിചാരത്തെ ഈ ഉമ്മത്തിന് പറഞ്ഞു കൊടുക്കാൻ പ്രിയപ്പെട്ടവരെ ആരുണ്ട്? നേരത്തെ ഇവിടെ ഞാൻ കയറി വരുമ്പോ ഫൈസൽ മൗലവി പറയുന്ന വാചകം ഞാൻ ആവർത്തിക്കുകയാണ്. ഹദീസിന്റെ പ്രാമാണികത പറയാൻ, ഹദീസിന്റെ നിദാന ശാസ്ത്രം പറയാൻ, ഹദീസിനെ സമൂഹത്തിന്റെ മുമ്പിലേക്ക് യാതൊരു പേടിയും കൂടാതെ സ്വഹീഹായ ഹദീസുകളെ സ്വീകരിക്കാൻ യാതൊരു മടിയും കൂടാതെ അത് സ്വീകരിക്കാൻ ഈ സമൂഹത്തെ ഉത്ബോധിപ്പിക്കുവാൻ വിസ്ഡം ഇസ്ലാമിക് ഓർഗനൈസേഷൻ എന്ന് പറയുന്ന ഈ പ്രബോധന സംഘമല്ലാതെ മറ്റൊരു സംഘമില്ല എന്ന് പറയുന്നത് പോലെ പരിശുദ്ധ ഖുർആനും തിരുസുന്നത്തും അള്ളാഹുവിന്റെ വഹ്ദാനിയത്തും തിരുസുന്നത്തും പഠിപ്പിക്കുമ്പോൾ അതിന്റെ ശാഖോപശാഖകളായി ഈ യുവസമൂഹം അകപ്പെട്ടു പോകുന്ന ഈ ധാർമ്മിക മൂല്യച്ചുഴികളെ സംസാര വിഷയമാക്കി ഏറ്റവും നല്ല മൂല്യവത്തായ ജീവിതത്തിലേക്ക് തിരിച്ചു വിളിക്കാൻ ഇതാ ഈ സംഘം പണിയെടുത്തുകൊണ്ടിരിക്കുന്നു എന്നത് ഓർമ്മപ്പെടുത്തുകയാണ് ഞാൻ സാന്ദർഭികമായി. എവിടെയും നിങ്ങൾ പരിശോധിച്ച് നോക്കിക്കോ, ഏത് സ്ഥലത്തും പരിശോധിച്ച് നോക്കിക്കോ. ഇപ്പൊ ഞാൻ സംസാരിക്കാൻ പോയ സ്ഥലത്ത്
അവിടുത്തെ ആളുകൾ പറഞ്ഞു, സ്റ്റവും ചിക്കനും ഒക്കെയായി മലകയറുകയാണ് മുസ്ലിം യുവാക്കള്. എന്നിട്ട് പിറ്റേ ദിവസമാണ് തിരിച്ചു വരുന്നത്. അവർ മലകയറി പോവുകയാണ്. ഉമ്മയോട് വിളിച്ചു പറയുന്നു ഇന്ന് വരില്ല, ഉപ്പയോട് പറയുന്നു ഇന്ന് വരില്ല. പ്രിയപ്പെട്ടവരെ, ഈ ഉമ്മത്തിന് എന്തുകൊണ്ട് സംഭവിക്കുന്നു എന്ന് ഗൗരവപൂർവ്വം ഓർക്കുക. ഒരു വീട്ടിലേക്ക് ഒരു ചെറുപ്പക്കാരൻ എത്തുന്നില്ല. അന്ന് സുഖമായി അവന്റെ ഭാര്യ ഉറങ്ങി, അവന്റെ 2 പിഞ്ചുമക്കൾ ഉറങ്ങി. സുബഹി കഴിഞ്ഞ് ഉമ്മ മക്കളോട് പറയുകയാണത്രേ, മക്കളെ ഇന്നലെ നിങ്ങൾ പ്രയാസമില്ലാതെ ഉറങ്ങിയില്ലേ? കാരണം എന്തെന്നറിയുമോ? നിങ്ങളുടെ വാപ്പ വീട്ടിലെത്തിയിട്ടില്ല. എന്നും മദ്യപിച്ച് 4 കാലിൽ ഇടഞ്ഞു നീങ്ങി വീട്ടിലെത്തുന്ന നിങ്ങളുടെ ഉപ്പ എന്നെ തൊടിക്കാറാണ് പതിവ്. നിങ്ങളെ ഉറങ്ങാൻ സമ്മതിക്കാറില്ല. ആ ഉപ്പ ഇങ്ങോട്ട് വരാതിരിക്കട്ടെ എന്ന് നിങ്ങൾ അല്ലാഹുവിനോട് പ്രാർത്ഥിക്കണമെന്ന് പറയേണ്ട ഒരു ദുർഗതിയിലേക്ക്, അവസ്ഥയിലേക്ക് ഒരു ഉമ്മയുടെ കഥ കേൾക്കുകയാണ്. പ്രിയപ്പെട്ടവരെ, ഒരു പാവപ്പെട്ട സഹോദരിയുടെ കഥ കേൾക്കുകയാണ്. ഇത് കേൾക്കുന്ന ഏതെങ്കിലും പൊതുജന വിഭാഗമുണ്ടെങ്കിൽ ഓർക്കുക, ഈ നാടിനൊരു ഭാരമായി, ഈ സമൂഹത്തിനൊരു ഭാരമായി, കുടുംബത്തിനൊരു ഭാരമായി, മക്കൾക്കൊരു ഭാരമായി ഈ പുതിയ തലമുറ ജീവിക്കുന്നതിന്റെ അർത്ഥതലം എന്താണ് എന്ന് ആലോചിക്കാൻ, ഒരാലോചനാ നിമഗ്നനായി ജീവിതത്തെ ധന്യപ്പെടുത്തുവാൻ തയ്യാറാകണേ എന്ന് പറയാനാണ് ഈ വൈകിയ വേളയിൽ ഞാൻ സഗൗരവം ഈ വിഷയത്തെ നിങ്ങളുടെ മുമ്പാകെ കേൾപ്പിക്കുന്നത്. പരിശുദ്ധ ഖുർആനിന്റെയും തുരിസുന്നത്തിന്റെയും അനുയായികളായി മുസ്ലിം ഉമ്മത്ത് മാറാതെ പോയാൽ വരും തലമുറ നിങ്ങളാരും പറഞ്ഞാൽ കേൾക്കാത്ത ഒരു പുതിയ തലമുറയെയാണ് എനിക്കും നിങ്ങൾക്കും കാണാൻ പ്രിയപ്പെട്ടവരെ സാധിക്കുക. ഒരു 15 വർഷം 20 വർഷം മുമ്പ് റോഡിലിരിക്കുന്ന യുവാക്കളോട് നാട്ടിലെ വടികുത്തി പിടിച്ചു വരുന്ന കാരണവന്മാർ എന്തിനാ നിങ്ങൾ ഇവിടെ ഇരിക്കുന്നത് എന്ന് ചോദിച്ചാൽ ആദരവോടുകൂടി ഒന്നില്ലെങ്കിൽ ഒരു മറുപടിയും പറയാനില്ലെങ്കിൽ മിണ്ടാതെ പോകുന്ന ഒരു തലമുറയുടെ ധന്യമായ കാലം നമ്മളിൽ നിന്ന് കഴിഞ്ഞു പോയിട്ടുണ്ട്. എങ്കിൽ 8th-ലോ 9th-ലോ 10th-ലോ 11th-ലോ 12th-ലോ പഠിക്കുന്ന കുട്ടികളെ റോഡിൽ വെച്ച് കണ്ടാൽ കാരണവന്മാരായ ഏതെങ്കിലും നാട്ടിലെ ഒരു പ്രായമുള്ള മനുഷ്യൻ, മക്കളെ നിങ്ങൾ എന്താ ഇവിടെ കൂടി നിൽക്കുന്നത് എന്ന് ചോദിച്ചാൽ നിഘണ്ടുവിൽ പോലും കാണാൻ പറ്റാത്ത മോശമായ വർത്തമാനങ്ങളാണ് ആ 8th-ലും 9th-ലും പഠിക്കുന്ന കുട്ടികൾ വല്ലിപ്പയുടെ പ്രായമുള്ളവരോട് തിരിച്ചു പ്രതികരിക്കുന്ന വാക്കുകളായി നമുക്ക് കേൾക്കാൻ സാധിക്കുന്നത്. എവിടെയാണ് പിഴവ് സംഭവിച്ചിട്ടുള്ളത്? ഉമ്മമാരെ വീട്ടിലിരുത്തി ഭക്ഷണമര്യാദ, ഹദീസിന്റെ ഭാഗമാണത്, ഭക്ഷണമര്യാദ പഠിപ്പിക്കുന്നത് പോലെ ദാ മോനെ സമ്മില്ല ബിസ്മില്ല എന്ന് ചൊല്ലുമോനെ, ചെമ്മില്ല എന്ന് പറയുമോ, ബിസ്മില്ല എന്ന് പറയുമോനെ, അല്ലേ? അതുപോലെ തന്നെ വലത് കൈകൊണ്ട് തിന്നുമോനെ എന്നൊക്കെ പറയുന്നത് പോലെ കുല്ലലീക്ക നിന്റെ ഭാഗത്തുനിന്ന് തിന്നുമോനെ എന്നൊക്കെ പറഞ്ഞ് മര്യാദ പഠിപ്പിക്കുന്നത് പോലെ ആദ്യത്തെ മദ്രസ ആരംഭിക്കുന്നത് ഉമ്മമാരെ നിങ്ങളുടെ വീട്ടിൽ നിന്നാണ്. ഹദീസിനെ കുറിച്ച് അതീവമായ സൂക്ഷ്മമായ പദപ്രയോഗങ്ങൾ വരെ കുട്ടികളെ ചെറുപ്പത്തിൽ തന്നെ കേൾപ്പിച്ച്, പദപ്രയോഗങ്ങളെ കേൾപ്പിച്ച് അതിന്റെ കൃത്യമായ വ്യാഖ്യാനം നിങ്ങൾക്കറിയുന്ന വിധത്തിൽ പറഞ്ഞു മനസ്സിലാക്കി കൊടുത്ത് പ്രായോഗികമായ ജീവിത ശൈലി, ഇസ്ലാമിന്റെ ജീവിത ശൈലി നമ്മുടെ വീട്ടിലേക്ക് കൊണ്ടുവരേണ്ടതുണ്ട്. വല്ലിപ്പയുടെ ഫോട്ടോ തൂക്കിയ ഒരു വീട്ടില് ഉമ്മ ഹദീസ് പഠിക്കുന്ന ഉമ്മ, ഹദീസ് പഠിക്കുന്ന വാപ്പ, ആ വീട്ടിൽ ബോധമില്ലാത്തവരോട് ഇങ്ങനൊരു പ്രദർശന വസ്തുവായി നമ്മുടെ വല്ലിപ്പയുടെ സ്നേഹനിധിയായ വല്യമ്മയുടെ ഏറ്റവും ഇഷ്ടപ്പെട്ട 3ാമത്തെ വയസ്സിൽ മരണപ്പെട്ടു പോയ നമ്മുടെ കുട്ടിയുടെ ഫോട്ടോ നമുക്ക് ഇങ്ങനെ വെക്കാൻ പാടില്ല എന്ന ഹദീസിന്റെ വെളിച്ചത്തിൽ പറഞ്ഞ് ബോധ്യപ്പെടുത്തി കൊടുക്കാൻ എനിക്കും നിങ്ങൾക്കും സാധിക്കേണ്ടതുണ്ട്. കുട്ടികൾക്ക് കളിപ്പാട്ടമായി വാങ്ങിക്കൊടുക്കുന്ന ഏതെങ്കിലും ജീവികളുടെ രൂപങ്ങളുള്ളത് അലമാരയിൽ ഗ്ലാസ്സിലിട്ട് പൂട്ടിവെക്കുന്ന ഒരു ഭാവം നമ്മുടെ വീട്ടിൽ ഉണ്ടായിക്കൂടാ. ഒരുപക്ഷെ കുട്ടിക്ക് കളിക്കാൻ വാങ്ങിയതാണ്, കുട്ടി അതിന്റെ മേൽ മൂത്രമൊഴിച്ചെന്ന് വരാം, മണ്ണിലേക്ക് എറിഞ്ഞെന്ന് വരാം, ചെളിയിലേക്ക് ഇട്ടെന്ന് വരാം, ഒരുപക്ഷെ അത് ഗൗരവമായി സൂക്ഷിക്കാതെ വെച്ചെന്ന് വരാം. അതാണ് അതിന്റെ ശരിയായ തത്വം. അതാണ് കളിപ്പാട്ടം എന്ന് പറഞ്ഞാൽ. കുട്ടി മണ്ണിലേക്ക് കളിക്കുന്നു, വീട്ടിൽ ഉരുട്ടി കളിക്കുന്നു. പക്ഷേ അലമാരയിൽ ഒരു പട്ടിക്കുട്ടിയുടെ, പുലിക്കുട്ടിയുടെ, സിംഹത്തിന്റെ ഒക്കെ രൂപം വെച്ച് പൂട്ടിട്ട് സൂക്ഷിച്ചു വെക്കുന്ന സമ്പ്രദായമുള്ളവർ, അതാ ഹദീസ് പഠിക്കുന്നവരെന്ന നിലക്ക് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ നമുക്ക് അനുവദിച്ചു തരാത്തതാണ് എന്ന് പറഞ്ഞു മനസ്സിലാക്കി കൊടുക്കാൻ ഒരിക്കൽ ജിബ്രീൽ അലൈഹിസ്സലാത്തു വസ്സലാം പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ വീട്ടിലേക്ക് വരാമെന്ന് പറഞ്ഞ സമയമായിട്ടും വരാതിരുന്നപ്പോ മലക്കുകൾ ഒരിക്കലും അങ്ങനെ ചെയ്യില്ല. സമയം പറഞ്ഞാൽ അത് തെറ്റിക്കുകയില്ല. എന്ത് സംഭവിച്ചു എന്ന നിലക്ക് പ്രവാചകൻ വെപ്രാളപ്പെട്ട് പ്രവാചകന്റെ കണ്ണുകൾ ചുമന്ന് പ്രവാചകൻ ഒരു പ്രയാസത്തിൽ നിൽക്കുന്നത് പോലെ കയ്യിലുള്ള വടി നിലത്തേക്കിട്ട് ആയിഷ റളിയല്ലാഹു അൻഹയോട് ചോദിക്കുകയാണ്, എന്താണ് ഇവിടെ തടസ്സമുണ്ടായിട്ടുള്ളത്?
പരിശോധനയ്ക്ക് വിധേയമാക്കുമ്പോ കട്ടിലിന്റെ ചുവട്ടിൽ ഒരു പട്ടിക്കുട്ടി കിടക്കുന്നത് കാണുകയും അതിനെ വലിച്ചു പുറത്തേക്കിടുകയും ചെയ്തപ്പോ ജിബ്രീൽ അലൈഹിസ്സലാത്തു വസ്സലാം ആ വീട്ടിലേക്ക് കയറി വരികയും എന്നിട്ട് ജിബ്രീൽ അലൈഹിസ്സലാത്തു വസ്സലാം പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയോട് പറയുകയാണത്രേ, കെൽബുള്ള വീട്ടിൽ, സൂറത്തുകളുള്ള വീട്ടിൽ, ചിത്രങ്ങൾ പ്രദർശിപ്പിച്ചിരിക്കുന്ന വീട്ടിൽ, പട്ടികൾ വീട്ടിനുള്ളിലുള്ള ആ വീടുകളിലേക്ക് ഞങ്ങൾക്ക് പ്രവേശിക്കാൻ അനുവാദമില്ല. അതൊരു നബിയുടെ വീടായിട്ട് പോലും, ഒരു പ്രവാചകന്റെ വീടായിട്ട് പോലും, അവസാനത്തെ പ്രവാചകൻ മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ വീടായിട്ട് പോലും ജിബ്രീൽ അലൈഹിസ്സലാത്തു വസ്സലാം പുറത്തു നിന്നെങ്കിൽ, പ്രിയപ്പെട്ടവരെ, ക്രിക്കറ്റ് താരമായി മാറുന്ന, ഫുട്ബോളിനെ ഇഷ്ടപ്പെടുന്ന നമ്മുടെ മക്കളുടെ വീടിന്റെ അവർക്ക് വേണ്ടി ഒരുക്കി വച്ചിരിക്കുന്ന റൂമിൽ ക്രിക്കറ്റ് താരങ്ങളുടെ പേര് ഞാൻ പറയുന്നില്ല, പരിശുദ്ധ ഖുർആനിൽ നിന്ന് ഒന്നാമത്തെ അധ്യായം സൂറത്തുൽ ഫാത്തിഹ, 2 സൂറത്തുൽ ബഖറ, 3 ആൽ ഇംറാൻ, 4 അൻ-നിസാ, 5 മാഇദ, 6 ആമിറാഫ്, 8 അൻഫാൽ, 9 തൗബ, 10 യൂനുസ്, അങ്ങനെ 11 ഹൂദ് മുതൽ 114 അധ്യായം സൂറത്ത് അൻ-നാസ് വരെ പറയാൻ ഒരുപക്ഷെ നമ്മുടെ മക്കൾക്കറിയില്ല. ഇന്ത്യൻ താരങ്ങളുടെ, ക്രിക്കറ്റ് താരങ്ങളുടെ, ഫുട്ബോൾ താരങ്ങളുടെ പേര് ചോദിച്ചാൽ പറയുന്ന LKG-യിലെ, UKG-യിലെ, ഫസ്റ്റ് സ്റ്റാൻഡേർഡിലെ, പ്രൈമറി തലത്തിലെ വിദ്യാർത്ഥികളാണ് നമ്മുടെ വീട്ടിലുള്ളത്. +1-നും +2-നും പഠിക്കുന്ന മകന്റെ റൂമിലേക്ക് കയറി നോക്കിയാൽ അവിടെ ക്രിക്കറ്റ് താരങ്ങളുടെ ഫോട്ടോ ചുമരിൽ പതിച്ചിരിക്കുകയാണ്. പ്രിയപ്പെട്ടവരെ, ഇതൊരു സംഘടനയുടെ പക്ഷപാതിത്വത്തിൽ നിന്ന് സംസാരിക്കുകയല്ല. അള്ളാഹുവിന്റെ ദീന് കൃത്യമായി പഠിക്കാൻ ആഗ്രഹിക്കുന്ന നമ്മുടെ വീടുകളിൽ നിന്ന് പോലും ഈ അവസ്ഥ ഉണ്ടായിത്തീരുന്നു എന്നത് ദയനീയമാണ്. ആ വീടിന്റെ, ആ റൂമിന്റെ ഉള്ളിലേക്ക് കയറി അവനെ ബോധ്യപ്പെടുത്തി കൊടുത്ത് അതെല്ലാം മാറ്റി നിർത്തി റഹ്മത്തിന്റെ മാലാഖമാർ കയറി വരുന്ന ഒരു വീടിന്റെ അന്തരീക്ഷമാക്കി മാറ്റാൻ, കുടുംബത്തിന്റെ ഇസ്ലാമീകരണം നടക്കാൻ അവിടെയൊക്കെ അള്ളാഹുവിന്റെ ഖുർആനിന്റെ വ്യാഖ്യാനമാകുന്ന ഹദീസുകൾ മാതാപിതാക്കളെ നിങ്ങളുടെ മക്കളിലേക്ക് പറഞ്ഞു കൊടുക്കാൻ, നിങ്ങളുടെ മക്കളിലേക്ക് അതെത്തിച്ചു കൊടുക്കുവാൻ ഈ ഹദീസ് സെമിനാർ കഴിഞ്ഞ് അതിന്റെ നിദാന ശാസ്ത്രങ്ങളെ കുറിച്ച്, പ്രാമാണികതയെക്കുറിച്ച്, സ്വീകാര്യതയെക്കുറിച്ചൊക്കെ താത്വികമായി നടന്ന സംസാരങ്ങൾക്കൊടുവിൽ ഒരു തൊട്ടുതടൽ എന്ന പോലെ നിങ്ങളുടെ മുമ്പാകെ ചില കാര്യങ്ങൾ ഓർമ്മപ്പെടുത്തി എന്ന് മാത്രം. എല്ലാ കാര്യത്തിലും, എല്ലാ വിഷയത്തിലും രാത്രി കിടക്കാൻ നേരത്ത് 2 കൈകളും മക്കളെ തൊട്ടടുത്തിരുത്തി കൈകൾ കൂട്ടിപ്പിടിപ്പിച്ച് ആ കൈകളിലേക്ക് ഊതി എന്നിട്ട് പരിശുദ്ധ ഖുർആനിലെ സൂറത്തുൽ ഇഖ്ലാസ്, സൂറത്തുൻ നാസ്, സൂറത്തുൽ ഫലക്, ഈ 3 സൂറത്തുകളും ഓതി. അങ്ങനെയല്ലേ പ്രവാചകൻ പറഞ്ഞത്? ജമഅ കഫൈഹി, 2 കൈകളും ചേർത്ത് വെക്കുകയാണ്. സുമ്മ നഫസ ഫീഹിമാ, എന്നിട്ട് ആ 2 കൈകളിലേക്ക് ഊതുകയാണ്, അല്ലേ? എന്നിട്ട് സൂറത്തുൽ ഇഖ്ലാസും അതുപോലെ തന്നെ സൂറത്തുൽ ഫലക്കും സൂറത്തുൻ നാസും ഓതിക്കൊണ്ട് ശരീരം മുഴുവൻ കയ്യെത്താവുന്ന ഭാഗത്തൊക്കെ തടവുകയാണ്. 3 തവണ ആവർത്തിക്കുകയാണ്. വലത് ഭാഗത്തേക്ക് ചെരിഞ്ഞ് വ്യത്യസ്തമായ പ്രാർത്ഥനകളില്ലേ, നമുക്ക് എല്ലാവർക്കും അറിയുന്ന പ്രാർത്ഥന. എന്തേ മറന്നു പോകാൻ കാരണം? പ്രാക്ടിക്കലാക്കുന്ന വിഷയത്തിൽ, പ്രായോഗികമാക്കുന്ന വിഷയത്തിൽ, ജീവിതത്തിലേക്ക് കൊണ്ടുവരുന്ന വിഷയത്തിൽ സംസാരിക്കുന്ന ഞാനും നിങ്ങളുമൊക്കെ പിറകോട്ട് പോയി എന്നതാണ്. അതേ, വ്യത്യസ്തമായ ദിക്റുകളും പ്രാർത്ഥനകളും ഉണ്ട്. അല്ലാഹുമ്മ ബിസ്മിക അമൂതു വഹിയ, ബിസ്മിക അല്ലാഹുമ്മ അമൂതു വഹിയ, ബിസ്മിക റബ്ബി വലഅതു ജംബി തുടങ്ങിയ ഒരുപാട് ദിക്റുകൾ, പ്രാർത്ഥനകൾ. പ്രിയപ്പെട്ടവരെ, അത് നമ്മൾ ചൊല്ലി വലതു ഭാഗത്തേക്ക് ചെരിഞ്ഞു കിടക്കാൻ നമ്മുടെ മക്കളെ ചെറുപ്പത്തിൽ തന്നെ ശീലിപ്പിക്കുന്ന ഭാഗത്ത് എനിക്കും നിങ്ങൾക്കും എത്ര കണ്ട് ശ്രദ്ധയുണ്ട് എന്ന് ഞാനും നിങ്ങൾ കൃത്യമായി ഓർക്കുക. വീട്ടിൽ നിന്നിറങ്ങുമ്പോ ബിസ്മില്ലാ തവക്കൽതു അലല്ലാഹ് ലാ ഹൗല വലാ ഖുവത ഇല്ലാ ബില്ലാഹ് ഇത് ചൊല്ലിപ്പിച്ച് പറഞ്ഞേക്കാൻ ഉമ്മമാരെ, ഉപ്പമാരെ ശ്രദ്ധ കാണിക്കാറുണ്ടോ? ഒരു ഉദാഹരണങ്ങൾ മാത്രം പറഞ്ഞതാണ് സുഹൃത്തുക്കളെ. പ്രാർത്ഥനയുടെ വിഷയങ്ങൾ, ദിക്റുകളുടെ വിഷയങ്ങൾ, ഒരു പദപ്രയോഗം പോലും കൃത്യമായ സൂക്ഷ്മതയോടുകൂടിയാണ് സഹാബത്ത് പ്രയോഗിച്ചതെങ്കിൽ നബി എന്ന് പറയുന്ന സ്ഥലത്ത് റസൂല് എന്ന് അർത്ഥം കൊണ്ട് ഗാംഭീര്യമുള്ള പദം പ്രയോഗിക്കുമ്പോൾ പാടില്ല എന്ന് പഠിപ്പിക്കുന്ന സഹാബത്തിന്റെ ശൈലി. തുമ്മിയപ്പോ അൽഹംദുലില്ലാ എന്നതിന്റെ കൂടെ വസ്സലാത്തു വസ്സലാമു അലാ റസൂലില്ലാ, നബിയുടെ പേരിൽ ഒരു സ്വലാത്ത് കൂടി അധികരിച്ചപ്പോ കൈക്ക് പിടിച്ച് ആരാണിങ്ങനെ പഠിപ്പിച്ചത് എന്ന് ചോദിച്ചുകൊണ്ട് തിരിച്ചു കൊടുക്കുന്ന സഹാബത്തിന്റെ അതീവമായ സൂക്ഷ്മമായ ആ ഹദീസുകളോടും പ്രവാചകന്റെ ചര്യകളോടും കാണിക്കുന്ന മര്യാദയുണ്ടല്ലോ, ആ അച്ചടക്കമുണ്ടല്ലോ, ആ സംസ്കാരമുണ്ടല്ലോ, നമ്മുടെ വീടുകളിലേക്ക് എത്തിക്കുവാൻ സാധിക്കണേ എന്ന് ഞാൻ വീണ്ടും ഓർമ്മപ്പെടുത്തുകയാണ്. സ്ത്രീ സമൂഹമേ, വേഷവിധാനം കൊണ്ട് സമൂഹം ഒരുപാട് മുസ്ലിം ഉമ്മത്തിനെ ചർച്ചാ വിഷയമാക്കുന്ന സമയമാണ്. പർദ എന്ന് പറഞ്ഞാൽ ഒരു കറുത്ത കളറിൽ ശരീരം ഒന്നാകെ മൂടുന്ന വസ്ത്രമെന്ന അർത്ഥം മാത്രമല്ല ഉള്ളത്. ഇസ്ലാമികമായ ഏത് വേഷവിധാനങ്ങൾക്കും ശരീരം മാസകലം മൂടി ഇസ്ലാം കൽപ്പിച്ചിട്ടുള്ള മര്യാദ പാലിക്കുന്ന ഏത് വസ്ത്രത്തിനും വേണമെങ്കിൽ പർദ എന്ന് പറയാം.
പർദ കറുപ്പായത് എന്തുകൊണ്ട്? അട്രാക്ഷൻ കുറയാനുള്ള ഒരു കളറായത് കൊണ്ട് മാത്രമാണ്. ശരി സുഹൃത്തുക്കളെ, അവിടെ പിശാച് ഇടപെടുകയാണ്, സീരിയൽ നടി ഇടപെടുകയാണ്, സിനിമാ നടി ഇടപെടുകയാണ്, അല്ലേ? ആ പർദയെ വേഷം മാറ്റുകയാണ്. നിങ്ങളുടെ അങ്കലാവണ്യങ്ങളെ കടികക്കണ്ണുകളുമായി കാത്തിരിക്കുന്ന, ഓവുപാലത്തിലിരിക്കുന്ന, പൊട്ടി വീണിരിക്കുന്ന, ഇലക്ട്രിക് പോസ്റ്റിലിരിക്കുന്ന ഏതൊക്കെയോ പൂവാലന്മാർക്ക് കമാൻഡ് പറയാനുള്ള, അവിടെ കടികക്കണ്ണുകൾക്ക് കൊത്തിവലിക്കാനുള്ള നിങ്ങളുടെ സൗന്ദര്യത്തെ ഉപേക്ഷിച്ചു കൊടുക്കരുത് എന്ന് പറയാൻ പ്രിയപ്പെട്ടവരെ ഈ സന്ദർഭം ഞാൻ ഉപയോഗപ്പെടുത്തുകയാണ്. അള്ളാഹുവിന്റെ ദീനിന്റെ ഏതേത് വിഷയമുണ്ടോ അവിടെയൊക്കെ നമുക്ക് കൃത്യമായ മാതൃക, A to Z, ഒരൊറ്റ സ്ഥലത്തും വിട്ടുപോവാതെ എവിടേക്ക് തുപ്പണമെന്ന് പഠിപ്പിക്കുന്ന മതം, അല്ലേ? എങ്ങനെ ഉറക്കത്തിൽ നിന്ന് ഉണരണമെന്ന് പഠിപ്പിക്കുന്ന, എന്ത് ചൊല്ലണമെന്ന് പറയുന്ന, എങ്ങനെ വെള്ളം കുടിക്കണമെന്ന് പറയുന്ന, എങ്ങനെ ഭക്ഷണം കഴിക്കണമെന്ന് പറയുന്ന, ഒരു പാത്രത്തിൽ വെള്ളം ഒരുമിച്ച് വലിച്ചു കുടിക്കുമ്പോൾ മുറുക്കാക്കി കുടിക്കണേ എന്ന് പറയുന്ന പ്രിയപ്പെട്ടവരെ ഏത് വിഷയമാണ് വിട്ടുപോയത്? വസ്ത്രം അടിച്ചു വെച്ചത് രണ്ടാമതണിയുമ്പോ ഒന്ന് കുടഞ്ഞിട്ടണിയണേ എന്ന് പറയുന്ന, വിരിപ്പൊന്ന് കുടഞ്ഞിട്ട് നിങ്ങളാ ബെഡിലേക്ക് കിടക്കണേ എന്ന് പറയുന്ന, വിട്ടുപോയിട്ടില്ല. ആശ്ചര്യഭരിതമാണ് ഈ മതം, അത്ഭുതകരമാണ് ഈ മതം. പ്രിയപ്പെട്ടവരെ അതീവ സൂക്ഷ്മമായ പ്രയോഗങ്ങളാണ്. ഒരാൾക്കും ഒരിക്കലും കുറ്റപ്പെടുത്താനാവാത്ത, പ്രകൃതിയുടെ തേട്ടത്തിനനുസരിച്ച് നിലകൊള്ളുന്ന മതമാണ്. എന്തുകൊണ്ടുണ്ടായി? പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ പ്രിയപ്പെട്ടവരെ എനിക്കും നിങ്ങൾക്കും പഠിപ്പിച്ചു തന്നില്ലേ? ഇത് ഞാൻ നിങ്ങളോട് പറയുന്നത് എന്റെ ഇഷ്ടപ്രകാരമല്ല. അല്ല, ഇവിടെ നിങ്ങൾ കേട്ട് കഴിഞ്ഞിട്ടുണ്ടാവും, പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ വഹീന്റെ പ്രകാരത്തിലാണ്, അടിസ്ഥാനത്തിലാണ് ഈ കാര്യങ്ങളെല്ലാം എന്നെയും നിങ്ങളെയും ഉപദേശിച്ചിട്ടുള്ളത്. അതുകൊണ്ട് തിരുത്താനില്ല. ഇസ്ലാമിന്റെ ഒരാചാരവും നമുക്ക് തിരുത്താനില്ല, ഇസ്ലാമിന്റെ ഒരു മര്യാദയും നമുക്ക് തിരുത്താനില്ല. സിമ്പിൾ. രാവിലെ ഗുഡ് മോർണിംഗ് എന്ന് പറയുന്നത് മരണ വീട്ടിലേക്കാണെങ്കിൽ പറയാനാകുമോ? ഗുഡ് ആഫ്റ്റർനൂൺ എന്ന് പറയുന്നത് ഒരു മരണ വീട്ടിലേക്ക് ചെല്ലുമ്പോൾ പറയാനാകുമോ? ആ ഗുഡ് ഈവനിങ് എന്ന് പറയുന്നത് ഒരു മരണ വീട്ടിലേക്കാണെങ്കിൽ പറയാനാകുമോ? ഏത് ഭയാശങ്കരായി നിൽക്കുന്ന, അതേ അപകട സൂചനയിൽ നിൽക്കുന്ന, പേടിച്ചു വിറച്ചു നിൽക്കുന്ന സദസ്സിലേക്ക് ചെല്ലുമ്പോഴും നിങ്ങൾക്ക് അള്ളാഹുവിന്റെ സമാധാനം ഉണ്ടാകട്ടെ എന്ന് പറയുന്നതിന് ആരെങ്കിലും എതിരുണ്ടാകുമോ? അതാ ഇസ്ലാം പഠിപ്പിച്ച മര്യാദ. അസ്സലാമു അലൈക്കും. അത് നിങ്ങൾ പറയുന്നത് വഴി തഹാബബതും, നിങ്ങൾക്ക് സ്നേഹമുണ്ടായിത്തീരും. അത് നിങ്ങൾ പ്രവർത്തിച്ചാൽ, പറഞ്ഞിട്ടില്ലേ, അഫ്ശുസ്സലാമ ബൈനക്കും, നിങ്ങൾക്കിടയിൽ സലാം വ്യാപിപ്പിക്കട്ടെ. പ്രവാചകന്റെ മാതൃകയാണത്, അവിടുത്തെ വാക്കാണിത്. തിരുത്താനില്ല. ഏതേത് ഉദാഹരണങ്ങൾ നിങ്ങൾ പരിശോധിച്ചോ, ഒന്നും തിരുത്താനില്ല. മക്കൾ 1 മതി, 2 മതി. ചൈന പറഞ്ഞില്ലേ 2 മതി, 1 മതി എന്ന് അവസാനം പറഞ്ഞു. അവസാനം 2 or 3 മക്കൾ ഉണ്ടാകുന്നവർ ഫൈൻ അടക്കണമെന്ന് പറഞ്ഞു, തടവ് ശിക്ഷ അനുഭവിക്കണമെന്ന് പറഞ്ഞു. ഇതാ ഏറ്റവും പുതിയ വാർത്ത എന്താ? ചൈന പറയുന്നു, ഞങ്ങൾക്ക് പറ്റിയത് അബദ്ധമാണ്. പ്രായമേറിയ അച്ഛനെയും അമ്മയെയും നോക്കാൻ വീട്ടിലാകെയുള്ള കുഞ്ഞിരുന്നാൽ ഞങ്ങൾ എങ്ങനെ ഭക്ഷണം കഴിക്കും? ഞങ്ങളൊക്കെ വീട്ടുകളിൽ ഒരുപാട് ഉപജീവന മാർഗങ്ങൾ ഉണ്ടാക്കിയെടുക്കുന്നവരാണ്. അതിനും കഴിയാതെ പ്രായമായപ്പോ ഏകനായിട്ടുള്ള മകൻ, അതേ ഒറ്റൊരുത്തിയായുള്ള മകൾ പുറത്തിറങ്ങിപ്പോയാൽ ഞങ്ങളെ സംരക്ഷിക്കാൻ ഒരാളെയും കിട്ടാത്ത അവസ്ഥയാണ്. അതുകൊണ്ട് തിരുത്തണം എന്ന് ചൈനയിലെ ചിന്തകന്മാർ, എഴുത്തുകാരന്മാർ ചൈനയുടെ ഭരണാധികാരികളോട് ആവശ്യപ്പെടുന്ന വാർത്തയാണ് ഞാനും നിങ്ങളും കേട്ടത്. പരിശുദ്ധ ഖുർആനോ പ്രിയപ്പെട്ടവരെ ലോകത്തോട് പറഞ്ഞു, നിങ്ങളുടെ മക്കളെ ദാരിദ്ര്യം ഭയന്ന് നിങ്ങൾ ഒരിക്കലും കൊന്നുകളയരുത് എന്ന ഖുർആനിന്റെ പ്രയോഗം ഇന്ന് ചൈന ചർച്ച ചെയ്യുകയാണ്. ഇസ്ലാം ഖുർആനിൽ പറഞ്ഞതാകട്ടെ, വ്യാഖ്യാനമായി ഹദീസിൽ പറഞ്ഞതാകട്ടെ, ഒരു തിരുത്തും ലോകത്തിന്റെ മുമ്പിൽ ഇന്നല്ല ഇന്നലകളിൽ ഉണ്ടാവാൻ പാടില്ല, ഉണ്ടായിട്ടില്ല, ഇന്നുണ്ടാവില്ല, പ്രസന്റിലില്ല, ഇനി ഫ്യൂച്ചറിലും ഉണ്ടാവില്ല. അത് അള്ളാഹുവിന്റെ മതമാണ്. അതുകൊണ്ട് തന്നെ 1 ഖുർആൻ 2 ഹദീസ് എന്നല്ല, ഖുർആനും സുന്നത്തുമാണ് നമ്മുടെ പ്രമാണം. ആ പ്രമാണം അനുസരിച്ച് ജീവിക്കാൻ ഞാനും നിങ്ങളും തയ്യാറായാൽ നമുക്ക് ഭയപ്പെടാനില്ല, നമുക്ക് ആശങ്കപ്പെടാനില്ല. ഏതേത് കൂരമ്പുകളും നെഞ്ചു കാണിച്ച് പ്രിയപ്പെട്ടവരെ ഏറ്റുവാങ്ങുക. ഉദ്ദേശിക്കുന്നത് ഏതാക്ഷേപങ്ങളും ഏതാരോപണങ്ങളും നമുക്ക് ഏറ്റുവാങ്ങാം. നമ്മുടെ കയ്യിൽ പ്രമാണമുണ്ട്, നമ്മുടെ കയ്യിൽ പ്രമാണത്തിന്റെ വെളിച്ചമുണ്ട്. അതിനുവേണ്ടി അധ്വാനിച്ചവരാണ് മുൻഗാമികളായ ആളുകൾ, സഹാബ കിറാം. പ്രിയപ്പെട്ടവരെ, എന്റെ വാക്കിൽ തെറ്റുണ്ടെങ്കിൽ പണ്ഡിതന്മാർ തിരുത്തട്ടെ. മക്കയിൽ 1000-ഓളം വരുന്ന സഹാബികളുടെ ഖബറുകളെ ഉള്ളൂ എന്നാണ് ചരിത്രത്തിൽ നിന്ന് വായിക്കാൻ കഴിയുന്നത്. മദീനത്ത് 8000-ഓളം സഹാബികളുടെ ഖബറുകളെ ഉള്ളൂ. 1,00,000-ൽ പരമെന്ന പ്രയോഗം സൂക്ഷ്മത കുറവാണെങ്കിൽ 1,00,000-ഓളം എന്ന പ്രയോഗം സൂക്ഷ്മപരമാണല്ലോ. 1,00,000-ഓളം വരുന്ന സഹാബത്തിന്റെ
ഖബറിടങ്ങൾ എവിടെയാണ്? ലോകത്തിന്റെ നാനാഭാഗങ്ങളിലേക്ക് റോഹിംഗ്യൻ മുസ്ലിങ്ങളായി അറിയപ്പെടുന്ന പ്രിയപ്പെട്ടവരെ, കഷ്ടപ്പാടിന്റെയും വേദനയുടെയും കടിച്ചു പിടിച്ചുകൊണ്ട് ജീവിതത്തെ മുന്നോട്ട് നീക്കുന്ന റോഹിംഗ്യൻ മുസ്ലിങ്ങളെ കുറിച്ച് കേട്ടില്ലേ? അവിടേക്ക് പോലും സഅദ് ബിൻ അബി വഖാസിനെ പോലെയുള്ള സഹാബികൾ ദഅവത്തുമായി എത്തി എന്നതാണ് ചരിത്രത്തിൽ നിന്ന് വായിക്കാൻ കഴിയുന്നത്. അറിയുമോ? അതിന്റെ ഇസ്ലാമിന്റെ ആ അന്തസത്ത പിടിച്ച് മുറുകെ പിടിച്ചുകൊണ്ട് ജീവിക്കാൻ ശ്രമിക്കുന്നതിന്റെ ചില അടയാളങ്ങളാണ്. വേദന കൊണ്ട് പിടഞ്ഞിട്ടും പ്രയാസങ്ങൾ അനുഭവിച്ചിട്ടും ഒരു തീരം തേടി ചെല്ലുമ്പോൾ അവിടെ ഇടം കൊടുക്കാതെ തിരിച്ചയക്കുമ്പോഴും റോഹിംഗ്യൻ മുസ്ലിങ്ങൾ എന്നറിയപ്പെടുന്ന മുസ്ലിങ്ങൾ ഞങ്ങൾക്ക് അല്ലാഹു ഉണ്ട് എന്ന് പറഞ്ഞ് ആ കപ്പലിൽ തിരിച്ച് യാത്രയാകുന്ന പ്രിയപ്പെട്ടവരെ, സന്തോഷമുണ്ട്, ദുഃഖമുണ്ട്. അവരുടെ തവക്കുലിലാണ് സന്തോഷം ഞാൻ പറയുന്നത്. ശരി, ഇത് നമ്മൾ കാണുന്നു. എന്തിനാ പറഞ്ഞത്? ഇവിടെ നിന്ന് കേട്ടത് എന്റെ വീട്ടിലും എന്നിലും മാത്രം ഒതുങ്ങാതെ പ്രവാചകൻ പറഞ്ഞില്ലേ, ബല്ലിഗ് അശ്ശാഹിദ്, ഇവിടെ ഉള്ളവൻ എത്തിക്കണം. എവിടേക്ക്? അൽ ഗായിബ, ഇവിടെ ഇല്ലാത്ത ഒരാൾക്ക് നിങ്ങൾ എത്തിച്ചു കൊടുക്കണമെന്ന് പറഞ്ഞത് ഏറ്റെടുത്തുകൊണ്ട് ഈ ഹദീസ് സെമിനാർ കഴിഞ്ഞ് പാണ്ടിക്കാടിന്റെ പ്രദേശം വിട്ട് വീടുകളിലേക്ക് പോകുമ്പോ ഒരു പുതിയ ജീവിതത്തിന് ഞാൻ തുടക്കം കുറിക്കുകയാണ് എന്ന് തീരുമാനിക്കാൻ ഉമ്മമാരെ, പെങ്ങന്മാരെ, നിങ്ങൾക്ക് സാധിക്കണം. നല്ലൊരു ഭാര്യയായി മാറാൻ, നല്ലൊരു ഉമ്മയായി മാറാൻ, നല്ലൊരു വാപ്പയായി മാറാൻ, നല്ലൊരു ജേട്ടനായി മാറാൻ, നല്ലൊരു അനിയനായി മാറാൻ. വീട്ടിൽ ഇസ്ലാമിന്റെ പ്രമാണം കേട്ടാൽ അത് ചർച്ചാ വിഷയമാക്കി കൃത്യത മനസ്സിലാക്കി അത് ജീവിതത്തിലേക്ക് കൊണ്ടുവരുന്ന, ഒരു സംശയത്തിനും ഇടം കൊടുക്കാത്ത, രാവിലെ എഴുന്നേറ്റാൽ 3 തവണ മൂക്ക് ചീറ്റിക്കളയാൻ എന്റെ പ്രവാചകനാണ് എന്നോട് പറഞ്ഞതെങ്കിൽ ആരെന്നെ കളിയാക്കിയാലും ഞാൻ അത് ചെയ്യും, പിശാച് പാർക്കുമെന്ന് പറഞ്ഞത് അള്ളാഹുവിന്റെ പ്രവാചകനാണെങ്കിൽ എനിക്ക് പിന്നെ ഒരു സംശയത്തിനും ഇടമില്ല. ഞാൻ എഴുന്നേറ്റ് ഇടത് കൈവച്ച് 3 തവണ മൂക്ക് ചീറ്റിക്കളയാൻ തയ്യാറാവുകയാണ്. എന്റെ പ്രവാചകനാണ് കൽപ്പിച്ചത്. ഈ അർത്ഥത്തിൽ ഹദീസുകളോടും പ്രമാണങ്ങളോടും ഒന്ന് സമീപിച്ചു നോക്കൂ. നമുക്കൊന്നും പ്രശ്നമല്ല, ആര് കളിയാക്കിയാലും പ്രശ്നമല്ല. സുബൈക്ക് എഴുന്നേൽക്കാതെ കിടന്നുറങ്ങിക്കൊണ്ടിരിക്കുന്നവന്റെ ചെവിയിൽ പിശാച് മുദ്രിച്ചിട്ടുണ്ടാകുമെന്ന് പറഞ്ഞത് പ്രവാചകനാണെങ്കിൽ, ആ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ വാക്ക് സഹിയാണെങ്കിൽ പിന്നെ എനിക്ക് തർക്കമില്ല. ഞാനത് കേൾക്കുകയാണ്, ഞാനത് അനുസരിക്കുകയാണ്. ഇങ്ങനെ ഒന്ന് മുന്നോട്ട് പോയിക്കൊള്ളുക. ഏത് വിഷയമാകട്ടെ, കണ്ണീറാകട്ടെ, മറ്റെന്തുമാകട്ടെ, എന്റെ പ്രവാചകൻ ഇതിനെ കുറിച്ച് എന്ത് പറഞ്ഞു, സഹാബത്ത് എന്ത് കേട്ടു, സഹാബത്ത് എന്ത് മനസ്സിലാക്കി, ഫഹുമുസ് സഹാബ എന്താണ് എന്ന് മനസ്സിലാക്കി മുന്നോട്ട് നീങ്ങാൻ കഴിഞ്ഞാൽ എനിക്കും നിങ്ങൾക്കും മറ്റൊന്നും പ്രശ്നമല്ല. കളിയാക്കുന്നവർ സൈഡിലൂടെ, ഓരത്തിലൂടെ ഈ ധന്യമായ പ്രബോധന സംഘത്തിന്റെ ഉള്ളിലേക്ക് കയറി വരുന്നത് സ്വാഗതം ചെയ്തുകൊണ്ട് അവരെ പ്രവേശിപ്പിക്കുന്ന സന്തോഷദായകമായ കാഴ്ചയായിരിക്കും അടുത്ത ഭാവിയിൽ എനിക്കും നിങ്ങൾക്കും കാണാനാവുക. ഞാൻ അവസാനിപ്പിക്കട്ടെ. പ്രിയപ്പെട്ട ചേട്ടന്മാരെ, ഉപ്പമാരെ, കുറച്ചൊക്കെ ത്യാഗം സഹിക്കാൻ, അല്പമൊക്കെ ത്യാഗം സഹിക്കാൻ, ഉമ്മമാരെ കുറച്ചൊക്കെ ത്യാഗം സഹിച്ച് അള്ളാഹുവിന്റെ ദീന് പഠിക്കാൻ തയ്യാറാകുന്ന ഒരു മനസ്സ് എനിക്കും നിങ്ങൾക്കും ഉണ്ടാകണേ. അം ഹസിബ്തും മൻ തദ്ഖുലുൽ ജന്ന, വെറുതെ അങ്ങ് സ്വർഗത്തിലേക്ക് കയറി കളയാമെന്ന് നിങ്ങൾ കരുതുന്നുണ്ടോ എന്ന ഖുർആനിന്റെ ചോദ്യം. ഇല്ല റബ്ബേ, ഇല്ല, വെറുതെ കയറി കളയാൻ കഴിയില്ല. ത്യാഗം സഹിച്ചവരാണ് ഞങ്ങളുടെ മുൻഗാമികൾ. മരുഭൂമിയിൽ കൊണ്ടുപോയി കിടത്തി, ചുട്ടുപൊള്ളുന്ന മരുഭൂമിയിൽ തീക്കട്ടകൾ വെച്ച് പുറം ഭാഗത്തെ ഇറച്ചികൾ എന്ന ശബ്ദത്തോടുകൂടി ഉരുകി ഒലിച്ച് പ്രിയപ്പെട്ടവരെ അള്ളാഹുവിന്റെ പ്രവാചകന്റെ മുന്നിലേക്ക് ഓടിച്ചെല്ലുമ്പോ എന്ത് ത്യാഗമാണ് നമ്മൾ സഹിച്ചത് എന്ന് ചോദിച്ച നബിയോട് സല്ലല്ലാഹു അലൈഹി വസല്ലമയോട് പുറം കാണിച്ചു കൊടുത്തപ്പോ അവിടുത്തെ കണ്ണിൽ നിന്ന് കണ്ണുനീരുകൾ താടിരോമങ്ങളിലൂടെ ഒലിച്ചിറങ്ങിയിട്ടുണ്ടെങ്കിൽ സൂക്ഷിക്കണേ. അവർ സഹിച്ച ത്യാഗം കാലിൽ കയറിട്ട് കുട്ടികൾക്ക് വലിക്കാൻ കൊടുത്ത കഥ കേൾക്കാൻ എളുപ്പമാണ് പ്രിയപ്പെട്ടവരെ. തലക്കി പൊട്ടാക്കി കാല് മുകളിലേക്കാക്കി കെട്ടിത്തൂക്കി ചോദ്യം ചെയ്തത് അതീ ചരിത്രത്തിൽ നിന്ന് കേൾക്കാൻ എളുപ്പമാണ് പ്രിയപ്പെട്ടവരെ. എന്റെ പ്രിയപ്പെട്ട ഉമ്മമാരെ, സുമയ്യ റളിയല്ലാഹു അൻഹയുടെ ചരിത്രം അറിയാത്ത ആരുമില്ലല്ലോ. ചുട്ടുപടുത്ത കമ്പി എല്ലുകളെ തള്ളി മാറ്റി മാംസങ്ങളെ ഉരുക്കി ഒലിപ്പിച്ച് കുടൽമാലകളെ ഉരുക്കിക്കളഞ്ഞ് ആ കമ്പി മറുഭാഗത്ത് വന്നു പിടഞ്ഞു പിടഞ്ഞു മരിച്ചു എന്ന് ലോകത്തുനിന്ന് ഷഹീദയായി പോയി
എന്ന് കേൾക്കാൻ എളുപ്പമാണ്. ഒരു മുട്ട് സൂചിയുടെ വേദന ഈ പ്രബോധന ത്യാഗത്തിന്റെ പേരിൽ ഏൽക്കേണ്ടി വന്നിട്ടുണ്ടോ എന്ന ഒരൊറ്റ ചോദ്യം ചോദിച്ച് ഞാൻ അവസാനിപ്പിക്കുകയാണ്. ഉമ്മമാരെ കേട്ടോളൂ, ഒരു ത്യാഗത്തിന്റെ, ഒരു പിന്നിന്റെ വേദന, ഒരു മുട്ടുസൂചിയുടെ വേദന ഇല്ല. ഈ മാർഗത്തിൽ നമ്മൾ അനുഭവിക്കേണ്ടി വന്നിട്ടില്ലെങ്കിൽ അം ഹസിബ്തും അൻ തദ്ഖുലുൽ ജന്ന എന്ന് തുടങ്ങുന്ന ആയത്തറിയില്ലേ? എന്താ വെറുതെ അങ്ങ് സ്വർഗത്തിലേക്ക് കയറിക്കളയാം എന്ന് വിചാരിക്കുന്നുണ്ടോ എന്ന അള്ളാഹുവിന്റെ ചോദ്യം പ്രസക്തമാണ്. ആ ചോദ്യം എന്നും ബാക്കിയാവും. ഞാനും നിങ്ങളും അള്ളാഹുവിന്റെ കോടതിയിൽ ചെന്ന് നിൽക്കും. വിയർത്ത് കുളിക്കേണ്ടി വരും. അവിടെ ഓരോന്നിനായി മറുപടി പറയേണ്ടി വരും. അവിടെ എന്റെ യുവാക്കളെ, ഒരു ഫ്രണ്ട്ഷിപ്പിന്റെ മായാവലയങ്ങളും ഉണ്ടാവില്ല. കള്ളുകുടിയൻ മരിക്കുമ്പോ കട്ടില് പിടിക്കാൻ കുടിയന്മാർ, അല്ലേ, കുടികുത്താൻ കുടിയന്മാർ പലതും കണ്ടിട്ടുണ്ട് നമ്മള്. ആ മരിച്ചു കിടക്കുന്ന മനുഷ്യന് ഒരു മൈന്യൂട്ട് പോയിന്റ് ഉപകാരം പോലും അതിന്റെ പേരിൽ ഉണ്ടാവില്ല. നന്മകൾ ചെയ്യുന്നവരുടെ കൂട്ടുകാരികളായി മാറുക, കൂട്ടുകാരന്മാരായി മാറുക. ഈ വളർത്തിക്കൊണ്ടുവരുന്ന മക്കൾക്ക് ദീനീബോധം കൂടുതൽ നൽകുക. കോടതിയുടെ മുറ്റത്ത് ചെന്നു നിന്ന് എന്റെ 18 വയസ്സായ മകളെ കാമുകന്റെ കൂടെ വിടല്ലേ എന്ന് ജഡ്ജിയോട് റിക്വസ്റ്റ് ചെയ്ത് മകളെ കൂട്ടിക്കൊണ്ടുവരാൻ ശ്രമിക്കുന്ന, കിട്ടുന്നില്ല, കൂട്ടിക്കൊണ്ടുവരാൻ ശ്രമിക്കുന്ന ദുരവസ്ഥയിൽ നിന്ന് ഈ ഉമ്മത്തിന് അല്ലാഹു കാത്തുരക്ഷിക്കുമാറാകട്ടെ. വിഷയബന്ധിതമായിട്ടല്ല ഞാൻ നിങ്ങളുടെ മുമ്പിൽ സംസാരിച്ചിട്ടുള്ളത്. അവസാനിപ്പിക്കുമ്പോ ചില ഉത്ബോധനം മാത്രമാണ് നൽകിയിട്ടുള്ളത്. അല്ലാഹുവേ, നീ സാക്ഷിയാണ്. ഞങ്ങളുടെ പണ്ഡിതന്മാർ ഹദീസിനെ കുറിച്ച് ഈ സമൂഹത്തിന്റെ മുമ്പാകെ കേൾപ്പിച്ചതിന് പ്രവാചകൻ, അല്ലാഹുവേ, നിന്റെ പ്രവാചകന്മാരിൽ അവസാനത്തെ നബിയാകുന്ന മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ ഏറ്റവും നല്ല അയൽവാസിയാണ്, മാതൃകാ പുരുഷനാണ്, മഹാവ്യക്തിത്വമാണ്. ജിന്നല്ല, മലക്കല്ല, മനുഷ്യനാണ്. സാധാരണ മനുഷ്യനല്ല, നമ്മെ പോലെയുള്ള മനുഷ്യനല്ല, ഏറെ പ്രത്യേകതയുള്ള മനുഷ്യനാണ്. ആ മഹാവ്യക്തിത്വത്തെ ഈ ലോകത്തിന്റെ മുമ്പിൽ പരിചയപ്പെടുത്താൻ, അല്ലാഹുവേ, തെറ്റിദ്ധാരണകൾ അകറ്റി നിർത്താൻ ലോകത്തിന്റെ സൃഷ്ടാവേ, പ്രവാചകന് നേരെ വരുന്ന ആരോപണങ്ങൾക്ക്, ആക്ഷേപങ്ങൾക്ക് കൃത്യമായ, വ്യക്തമായ, സുതാര്യമായ പ്രമാണത്തിന്റെ അടിസ്ഥാനത്തിൽ മറുപടി പറയാൻ ഞങ്ങളുടെ പണ്ഡിതന്മാർ എഴുന്നേറ്റ് നിൽക്കുമ്പോ കബൂൽ ചെയ്യണേ അല്ലാ, സൗകര്യമുണ്ടാക്കി തരണേ അല്ലാ. ഞങ്ങളുടെ പണ്ഡിതന്മാർക്ക് ദീർഘായുസ് കൊടുക്കണേ അല്ലാ. ഞങ്ങളുടെ സംസാരങ്ങൾ പുണ്യകർമ്മമായി നീ സ്വീകരിക്കണേ അല്ലാ. മുത്തക്കീങ്ങളായ, മുഅ്മിനീങ്ങളായ ഒരുപാട് മനുഷ്യർ ഞങ്ങളെ വിട്ട് പിരിഞ്ഞു പോയിട്ടുണ്ട്. അവർക്ക് ലോകത്തിന്റെ രക്ഷിതാവേ, നീ ഏറ്റവും നല്ല സ്വർഗത്തിൽ ഉന്നത സ്ഥാനം കൊടുത്ത് അനുഗ്രഹിക്കണേ അല്ലാ. ഞങ്ങളെ ഈ സമ്മേളനത്തിൽ എത്തിപ്പെടാൻ പറ്റാത്ത ഈ ഏരിയയിൽ ജീവിക്കുന്ന ഒരുപാട് രോഗികളുണ്ട്. നേരത്തെ സൂചിപ്പിച്ചതുപോലെ ക്യാൻസർ രോഗികളുണ്ട്, കിഡ്നി രോഗികളുണ്ട്. അല്ലാഹുവേ, ശമനം കൊടുക്കണേ അല്ലാ, ശാന്തി കൊടുക്കണേ അല്ലാഹുവേ. ഈ സമൂഹത്തിന് ഇന്ന് ഈ ലോകം മാറിമറിയുകയാണ്, കലാപത്തിന് കോപ്പ് കൂട്ടുകയാണ്, ഏതൊക്കെയോ ഇരുട്ടിന്റെ ശക്തികൾ പ്രവർത്തിച്ചു കൊണ്ടിരിക്കുകയാണ്. അല്ലാഹുവേ, ആരാണ് അതിന്റെ പിന്നിൽ പ്രവർത്തിക്കുന്നത്? ജാതിയും മതവും വർഗവും വർണ്ണവും മറന്ന് മനുഷ്യരെ മനുഷ്യനായി സ്നേഹിക്കുന്നതിന് വിലങ്ങ് തീർക്കുന്നത് ആരാണോ? അല്ലാഹുവേ, ആദർശത്തെ പണയം വെക്കാതെ മനുഷ്യർക്കിടയിൽ പ്രതിബദ്ധതയുള്ള, മനുഷ്യത്വമുള്ള, ഹ്യൂമാനിറ്റിയുള്ള ഒരു മനുഷ്യനായി ജീവിക്കാൻ ഞങ്ങൾ ശ്രമിക്കുമ്പോൾ തുരങ്കം വെക്കാൻ ശ്രമിക്കുന്ന ഇരുട്ടിന്റെ ശക്തികൾ ആരാണ്? അവരെ നീ ഒറ്റപ്പെടുത്തണേ അല്ലാ, പ്രാർത്ഥിക്കണേ സുഹൃത്തുക്കളെ. ദുശക്തികൾക്കെതിരെ പ്രാർത്ഥനാ മനസ്സുമായി നമ്മൾ മുന്നോട്ട് പോകണം. ആളുകളിലേക്ക് കൂടുതൽ ദഅവത്ത് എത്തട്ടെ എന്ന് ആഗ്രഹിച്ച്, അഭിലഷിച്ച്, മോഹിച്ച് എന്റെ വാക്കുകൾ ഞാൻ അവസാനിപ്പിക്കുകയാണ്. എന്റെ വാക്കുകളിൽ നിന്ന് നന്മയുടെ ഏതെങ്കിലും അക്ഷരങ്ങൾ നിങ്ങൾക്ക് ലഭിച്ചിട്ടുണ്ടെങ്കിൽ അത് സ്വായത്തമാക്കി, പ്രിയപ്പെട്ടവരെ, സ്വായത്തമാക്കി ജീവിതത്തെ ധന്യമാക്കാൻ എന്റെ വാക്കുകൾക്ക്, കഴിഞ്ഞുപോയ പണ്ഡിതന്മാരുടെ അതേ വ്യത്യസ്തമായ സംസാരങ്ങൾക്ക് ഒരു കാരണമായി മാറാൻ അല്ലാഹുവിന്റെ തൗഫീഖ് ലഭ്യമാവട്ടെ എന്നൊരിക്കൽ കൂടി പ്രാർത്ഥിച്ച് അവസാനിപ്പിക്കുന്നു. വആഖിറു ദഅവാനാ അനിൽ ഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി.